ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ടിപ്സ് അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. ഫസ്റ്റ് ടിപ്പ്. അപ്പോൾ ഇനി നമുക്ക് കിച്ചണിലെ കറ പിടിച്ച ടൈലൊക്കെ എളുപ്പത്തിൽ തന്നെ ക്ലീനാക്കാം. അതിനുള്ള ബെസ്റ്റ് സൊല്യൂഷനാണ് ഈ ഒരു ബേക്കിംഗ് സോഡ. കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഡിഷ് വാഷാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് രണ്ടും കൂടെ നമ്മൾ നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നല്ല യൂസ്ഫുള്ളും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്. പിന്നെ ഞാൻ ഇത് അവിടെ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു കറ പിടിച്ച ഭാഗത്തുള്ള വീഡിയോ ഞാൻ എടുത്തതെന്ന് വിചാരിച്ചു, പക്ഷേ എടുക്കാൻ മറന്നുപോയി. വീഡിയോ ഓണാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് ഞാൻ അപ്ലൈ ചെയ്തിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണിത്. ജസ്റ്റ് ഞാൻ അവിടെ ഒന്ന് ഇതാക്കി കൊടുത്തു. ഇനി ഇത് വാഷ് ചെയ്തിട്ടുള്ള വീഡിയോ നമുക്ക് കാണാം. ഇത് വാഷ് ചെയ്തപ്പോൾ തന്നെ നന്നായിട്ട് പോയിട്ടുണ്ട്, നല്ലപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടിപ്പ്. ഇനി സെക്കൻഡ് ടിപ്പിലേക്ക് പോകാം. അടുത്ത ടിപ്പ്, ഇതുപോലെ കറ പിടിച്ചതും ചളിയായിട്ട് വഴുവഴുപ്പുള്ള ബക്കറ്റുകളൊക്കെ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ക്ലീനാക്കാമെന്നുള്ള അടുത്ത മെത്തേഡാണ് ഇത്. ഇതിന് വേണ്ടിയിട്ടുള്ളത് ഹാർപ്പിക്കാണ്. ഇത് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമുക്ക് ഹാർപ്പിക്ക് ഇതിൽ ആഡ് ചെയ്തിട്ട് ബ്രഷ് കൊണ്ട് നന്നായിട്ട് ഉരച്ചിട്ട് കഴുകാം. അപ്പോൾ ഇനി ബക്കറ്റുകളും ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ സോപ്പ് ഉപയോഗിച്ച് നന്നായി ഉരച്ച് കഴുകേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലൊരു ക്ലീനിങ് മെത്തേഡാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് വാഷ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സെക്കൻഡ് ടിപ്പ്. അടുത്തത് തേർഡ് ടിപ്പ്. അതിന് ഞാനൊരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിതാണ് കിട്ടിയത്. അപ്പോൾ ഇതെടുത്തു. അതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഡിഷ് വാഷാണ്. കുറച്ച് ഡിഷ് വാഷ് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിലേക്ക് കുറച്ച് വിനെഗറും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും തന്നെ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് ഹോട്ട് വാട്ടറാണ്. അപ്പോൾ ഇത് മൂന്നും മതി. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാം. ഇതും എല്ലാത്തിനും പറ്റിയിട്ടുള്ള ഒരു ക്ലീനിങ് മെത്തേഡാണ്. നമ്മളിത് വാഷ് ചെയ്യുന്നത് മിക്സിയുടെ അടുത്തുള്ള കറകളും മറ്റുമാണ്. അപ്പോൾ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. ആദ്യം തന്നെ ഈ സ്വിച്ചിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവിടെയൊക്കെ കയറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ പണി കിട്ടും. പിന്നെ ഇത് വർക്കാവുണ്ടാവില്ല. എന്നിട്ട് നമുക്ക് ഈ ഭാഗത്തൊക്കെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ലിക്വിഡ്, ഈ ഒരു മിക്സി നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പോകുമോ നോക്കാം. അപ്പോൾ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മളിത് നന്നായിട്ട് ഉരച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം കുറച്ച് ടൈം കഴിഞ്ഞ് നമ്മളിത് ഒന്ന് ക്ലീൻ വെള്ളം കൊണ്ട് തുടച്ചെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് തേർഡ് ടിപ്പ്.